ഫിഖ് 72 ഔഖാത്തുൻ തഹ്റമു ഫീഹ സ്വലാത്തു, നിസ്കരിക്കൽ ഹറാമായ സമയങ്ങൾ. നിസ്കാരത്തിന്റെ സമയങ്ങളെ പറ്റിയുള്ള വിവരണമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞത്. നിസ്കരിക്കൽ ഹറാമുള്ള അഥവാ തഹരീമിന്റെ കറാഹത്തുള്ള ചില സമയങ്ങളുണ്ട്. ആ സമയങ്ങളൊന്ന് പരിചയപ്പെടാം. അതിൽ പാടില്ലാത്ത നിസ്കാരങ്ങളെ കുറിച്ചും പറയാം. തുക്റഹു തഹരീമൻ ഫി ഗൈരി ഹറമി മക്കത്ത സ്വലാത്തുൻ ലാ സബബ ലഹ. മക്ക ഹറമല്ലാത്ത എവിടെ വെച്ചും കാരണങ്ങളില്ലാത്ത നിസ്കാരം നിർവഹിക്കൽ തഹരീമിന്റെ കറാഹത്താക്കപ്പെടും. ഹറാമിന്റെ കുറ്റമുള്ള കറാഹത്തായിരിക്കും എന്നർത്ഥം. കന്നഫിൽ മുത്തലക്കി, മുത്തലക്ക സുന്നത്ത് നിസ്കാരം പോലെ പ്രത്യേക സമയവും പ്രത്യേക കാരണമൊന്നുമില്ലാത്ത നിസ്കാരമാണ് മുത്തലക്ക നിസ്കാരം. തസ്ബീഹ് നിസ്കാരം ആ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ തസ്ബീഹ് നിസ്കാരം ഉൾപ്പെടെയുള്ള മുത്തലക്ക സുന്നത്തുകൾ ഇങ്ങനെ മക്കയുടെ ഹറമല്ലാത്ത സ്ഥലത്ത് വെച്ച് നിസ്കരിക്കൽ ഈ പറയാൻ പോകുന്ന സമയങ്ങളിൽ തഹരീമിന്റെ കറാഹത്താക്കപ്പെടും. അതുപോലെ സലാത്തുല്ലഹ സബബുൻ മുതഅഖിറുൻ, വൈകിട്ട് വരുന്ന കാരണമുള്ള നിസ്കാരവും. കറകാത്ത് ഇസ്തിഖാറത്തിൻ വ ഇഹ്റാമിൻ, ഇസ്തിഖാറത്തിന്റെ 2 റക്അത്ത് നിസ്കാരം, ഇഹ്റാമിന്റെ നിസ്കാരം. അതൊക്കെ ഇഹ്റാമാണ് ഈ നിസ്കാരം ഉണ്ടാവാൻ കാരണം. ഈ നിസ്കാരത്തിന്റെ ശേഷമാണ് ഇഹ്റാം വരുന്നത്. അപ്പൊ കാരണം ശേഷമുള്ള നിസ്കാരവും ഹറാമാണ് എന്നർത്ഥം. ഈ ഹംസത്തി ഔഖാത്തിൻ 5 സമയങ്ങളിൽ. അപ്പോൾ ഒരു കാരണവും നിശ്ചിത സമയം നിശ്ചയിക്കപ്പെടാത്ത മുത്തലക്ക സുന്നത്തുകളും കാരണങ്ങൾ ശേഷം വരുന്ന യാത്രയുടെ സുന്നതസ്കാരം, ഇഹ്റാമിന്റെ സുന്നതസ്കാരം, ഖയറിനെ തേടുന്ന സുന്നതസ്കാരം പോലെയുള്ള നിസ്കാരങ്ങളും 5 സമയങ്ങളിൽ തഹരീമിന്റെ കറാഹത്തുള്ളതാണ്. ഏതൊക്കെയാണ് 5 സമയം? 1. ബഅദ സ്വലാത്തി സുബ്ഹി, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ശേഷം. ആ ടൈം ഇതുവരെ ഹത്താ തർത്തഫിയ ഷംസു, സൂര്യൻ ഉയരുന്നത് വരെ, ഖദറ വംഹിൻ, ഒരു കുന്തത്തിന്റെ അത്ര. ഈ കുന്തത്തിന്റെ അളവ് മുമ്പ് തസ്കീന ക്ലാസ്സിൽ പരാമർശിച്ചിട്ടുണ്ട്. ഏകദേശം 20 മിനിറ്റാണ് കണക്ക്. അപ്പൊ സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് ആകുന്നത് വരെ സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം ഇത്തരം സുന്നത്തുകളൊക്കെ തഹരീമിന്റെ കറാഹത്താണ്. അപ്പോൾ സുബ്ഹിക്ക് ശേഷം നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് വരുന്ന ഒരാൾ, അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് നാട്ടിൽ പോകുന്ന ഒരാൾ, അല്ലെ വേറെ യാത്ര ഉദ്ദേശിക്കുന്നവർ യാത്ര സുന്നതസ്കരിക്കാൻ പാടില്ല. ആ സമയത്ത് മീഖാത്തിലെത്തി ഇഹ്റാം ചെയ്യുന്ന ആളാണെങ്കിൽ ഇഹ്റാമിന്റെ സുന്നതസ്കരിക്കാൻ പാടില്ല. അതുപോലെ തസ്ബീഹ് നിസ്കാരം നിർവഹിക്കാൻ പാടില്ല. രണ്ടാമത്തെ സമയം ഇന്ദ തുലൂഇ ശംസി ഹത്താ തർത്തഫിയ ശംസു ഖദറ വംഹിൻ, സൂര്യൻ ഉദിക്കുന്ന സമയമാണ്. ആ സൂര്യൻ നേരത്തെ പറഞ്ഞതുപോലെ 20 മിനിറ്റ് ഉയരുന്നത് വരെയുള്ള ടൈം. മൂന്നാമത്തത് ബഅദ സ്വലാത്തിൽ അസ്രി ഹത്താ തഗ്റുബ, അസ്ർ നിസ്കാരം കഴിഞ്ഞ ശേഷം, അത് അസ്തമിക്കുന്നത് വരെ. അസ്ർ നിസ്കാരം ഒരാൾ ളുഹറിലേക്ക് മുന്തിച്ച് ജമാഅത്ത് നിസ്കരിച്ചാൽ അവർക്കും ഈ നിയമം ബാധകമാണ്. അത് അസ്ർ നിസ്കാരത്തിന്റെ ശേഷം എന്ന് പറയുന്നത്. എപ്പോഴാണോ അസ്ർ നിസ്കരിച്ചത് അതിന് ശേഷം ഈ നിസ്കാരങ്ങളൊക്കെ ഹറാമാണ്. നിസ്കരിക്കാത്ത ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ദൽ ഇസ്ഫറാരി ഹത്താ തഗ്റുബ, ആ സൂര്യൻ മഞ്ഞ നിറമായത് മുതൽ അസ്തമിക്കുന്നത് വരെ. അപ്പോൾ അസ്റിന് ശേഷം എപ്പോൾ നിസ്കരിച്ചാലും സൂര്യ അസ്തമയം വരെ, അതാണ് മൂന്നാമത്തെ ടൈം. നാലാമത്തെ സമയം സൂര്യൻ ഒരു മഞ്ഞ നിറായിട്ട് അസ്തമിക്കുന്നത് വരെയുള്ള ആ പീരീഡ്. അഞ്ചാമത്തത് ഇന്ദസ്തിവായി വൈരി യൗമിൽ ജുമാഅത്തി ഹത്താ തസൂല, വെള്ളിയാഴ്ച ദിവസം അല്ലാത്ത മറ്റു ദിവസങ്ങളിൽ സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്നത് വരെ ആ ഉച്ച സമയം, സൂര്യൻ നേരെ വരുന്ന സമയം. ഇങ്ങനെ 5 സമയങ്ങളിൽ ഈ പറഞ്ഞ നിസ്കാരങ്ങളൊക്കെ തഹരീമിന്റെ കറാഹത്താക്കപ്പെടും. വസ്സലാത്തു ഗൈറു മുൻഅഖിദത്തിൻ ഫീ ഹാദിഹിൽ ഔഖാത്തിൽ മക്റൂഹ, കറാഹത്താക്കപ്പെട്ട ഈ സമയങ്ങളിൽ നിസ്കാരം സാധുവാവുക പോലുമില്ല. ഹറാമാവുക മാത്രമല്ല, നിസ്കാരമായിട്ട് സാധുവാകുന്നത് പോലുമല്ല. നേരത്തെ പറഞ്ഞ നിസ്കാരങ്ങളെ പറയുന്നത്. അഥവാ കാരണങ്ങളില്ലാത്ത മുത്തലക്കായ സുന്നത്ത് നിസ്കാരങ്ങളും കാരണം ശേഷം വരുന്ന നിസ്കാരങ്ങളും. ഫലോ തഹറ ഈഖാഅ സ്വലാത്തിൻ വൈരി സാഹിബത്തിൽ വക്തി ഫി വക്തി മിൻഹാ ഫതഹറമ മുത്തലക്കൻ,
ഇനി ഈ സമയങ്ങളിൽ നിസ്കരിക്കൽ അനുവദനീയമായ നിസ്കാരമാണെങ്കിൽ പോലും ആ സമയത്ത് തന്നെ നിസ്കരിക്കണം എന്നൊരു തീരുമാനം അനുസരിച്ച് നിസ്കരിക്കാൻ ഒരാൾ നിന്നാൽ ആ നിസ്കാരം ഹറാമ് തന്നെയാണ്. അത് നിരുപാധികം ഹറാമാണ്. വലാ തൻഅക്കിദു, അത് സാധുവാകുന്നതുമല്ല. വലു ഫായിത്തൻ ബിലാ ഉദ്രിൻ, കാരണമില്ലാതെ നഷ്ടപ്പെട്ടു പോയ നിസ്കാരമാണെങ്കിൽ പോലും, കാരണം ഫൈനഹു മുആനിദുൻ ലിശ്ശറഇ, അവൻ ശരീഅത്തിന്റെ നിയമത്തിനോട് മത്സരിച്ചവനാണ്. അപ്പൊ എനിക്ക് ആ സമയത്ത് തന്നെ നിർവഹിക്കണമെന്ന ഉദ്ദേശപ്രകാരം ഈ പറഞ്ഞ ഹറാമല്ലാത്ത മറ്റു നിസ്കാരങ്ങളാണെങ്കിൽ പോലും ആ സമയത്ത് നിസ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ച് നീക്കി വെച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരം ഹറാമാണ്, സാധുവാകുന്നതുമല്ല. അതേസമയം അങ്ങനെ ഒരു തീരുമാനം ഇല്ലെങ്കിൽ ഈ പറഞ്ഞ നിസ്കാരമല്ലാത്തവ അനുവദനീയമാണ്. അതായത് അസറിന് മുമ്പുള്ള നിസ്കാരം നിർവഹിച്ചിട്ടില്ലെങ്കിൽ അസറിന് ശേഷം നിസ്കരിക്കാവുന്നതാണ്. സുബഹിക്ക് മുമ്പുള്ള നിസ്കാരം നിർവഹിച്ചിട്ടില്ലെങ്കിൽ ശേഷം നിസ്കരിക്കാവുന്നതാണ്. അതുപോലെ ഖളാഇപ്പോ നിസ്കാരം ഉണ്ടെങ്കിൽ അസറിന് ശേഷം നിർവഹിക്കാവുന്നതാണ്. അപ്പോൾ തന്നെ നിസ്കരിക്കണം എന്ന തീരുമാനവും ഒരു ശാഠ്യവും വാശിയൊക്കെ ഉണ്ടെങ്കിലാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ 5 സമയങ്ങളിൽ നിസ്കരിക്കൽ ഹറാമാണ്. ആ സമയത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരം സാധുവാകുന്നതും അല്ല. ഇത് സമയത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.